ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂട് കാലത്തൊക്കെ പറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കുരുവൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചെറുതായി ഒന്ന് ചതച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു 6 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കയുടെ കുരു മാത്രമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടില്ല. ഇപ്പം നമ്മളിവിടെ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ജഗ്ഗിലേക്ക് മാറ്റാം. ഇനി അതിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യൽ മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണുക. നമ്മൾ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചുമന്ന ചീര എല്ലാവർക്കും അറിയാമല്ലോ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചുമന്ന ചീരയുടെ സത്തൊക്കെ നല്ല പോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഈ വെള്ളത്തിൻ്റെ കളറ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ നല്ലോണം തിളയ്ക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ സത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് കിട്ടണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ചീരയിലയുടെ കംപ്ലീറ്റ് ആയിട്ട് സത്തൊക്കെ ഇറങ്ങിയിട്ട് കളറ്, നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് ആകെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ് ട്രേയിലേക്ക് മാറ്റാം ചൂടാറുമ്പോൾ. അതിനുശേഷം നമുക്ക് പിന്നെ അത് ഐസ് ക്യൂബ്സ് ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മളൊരു ഐസ് ട്രേയിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഐസ് ക്യൂബ്സ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ സൂപ്പറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് നമുക്ക് ഇനി ഈ നാരങ്ങ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കും കൂടിയാണ് ഇത്. ചീരയിലൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ജ്യൂസാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. ഇത് മേലെ ഈ ഒരു ലെയറായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കസ്കസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ചൂട് സീസണിൽ വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക.